my dear aspirants, welcome to Salem Banking. നെക്സ്റ്റ് ഓഫ്ലൈൻ ബാച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. നമ്മളുടെ നെക്സ്റ്റ് റെഗുലർ ബാച്ച് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ ജൂലൈ 23-ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 23-നാണ്. ബേസ് മുതലായിരിക്കുമോ ക്ലാസ്സസ്? പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും എല്ലാം അതിൽ കവർ ചെയ്യുമോ? ഉറപ്പായിട്ടും കവർ ചെയ്യും. നമുക്കറിയാം, നമ്മളുടെ ബാങ്ക് എക്സാം സെക്ടറിന്റെ അല്ലെങ്കിൽ ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, കൃത്യമായി എക്സാം ഇന്ന ദിവസം നടക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം എക്സാം നടന്നിരിക്കും. അതേപോലെ തന്നെ റിസൾട്ടും വളരെ വേഗത്തിലാണ് വരിക. ഒറ്റ സിലബസ് പഠിച്ചുകൊണ്ട് ഒരുപാട് എക്സാംസ് എഴുതാൻ പറ്റും എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമുക്ക് ഒരു വർഷം 20-ലധികം പരീക്ഷകളാണ് വരാനുള്ളത്. ഇപ്പൊ തന്നെ നമുക്ക് IBPS POയുടെയും SBI POയുടെയും നോട്ടിഫിക്കേഷൻ വന്നു. IBPS ക്ലർക്ക് എന്ന് നടക്കുമെന്നും RRB POയും RRB ക്ലർക്കും എന്ന് നടക്കുമെന്നുള്ള IBPSന്റെ റിവൈസ്ഡ് കലണ്ടർ വന്ന ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇത് കൂടാതെ RB അസിസ്റ്റന്റ്, SBI ക്ലർക്കിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രീമിയം ബാങ്ക് എക്സാമിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് കൂടാതെ ഇൻഷുറൻസ് എക്സാം ഉണ്ട്, അതേപോലെ തന്നെ ലോക്കൽ ബാങ്ക് ഓഫീസർ എക്സാം, IDBI എക്സാം, FCI എക്സാം, ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഈ കൊല്ലം. 50,000-ലധികം വേക്കൻസീസുമായിട്ടാണ് ബാങ്ക് എക്സാംസ് ഈ കൊല്ലം വിളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം അല്ലെ. അപ്പൊ ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ കൂടെ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ് അടുത്ത ബാച്ച് ബേസ് തൊട്ട് നമ്മൾ പ്രിലിംസും മെയിൻസും 100% സിലബസ് കവർ ചെയ്ത് നിങ്ങളെ ഇന്റൻസീവായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വിടുക. അങ്ങനെ ടോട്ടൽ 6 മാസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എക്സ്ട്രാ 3 മാസം നിങ്ങളെ ഇന്റൻസീവായിട്ട് പ്രാക്ടീസ് ചെയ്ത് ടോട്ടൽ 9 months ആണ് നമ്മളുടെ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ 9 months. ഈ 6 മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാകും. അത് കൂടാതെ കംപ്ലീറ്റ് പിന്നെ അതിനുശേഷം നമ്മൾ പ്രിലിംസും മെയിൻസും മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്യും. ഓരോ എക്സാംസ് വരുന്നതിനനുസരിച്ചിട്ട് അല്ലെ. നമുക്കിപ്പോൾ ഡേറ്റ് അറിയാം. അപ്പൊ ഏത് എക്സാം ആണോ നമുക്ക് മുന്നിലുള്ളത് അതിന്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആ എക്സാംസ് മുന്നിൽ കണ്ടിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അങ്ങനെ ടോട്ടൽ 9 months ആയിരിക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. ഈ ഒരു 9 മാസത്തെ ക്ലാസ്സിന് ശേഷം കംപ്ലീറ്റ് പ്രിലിംസും മെയിൻസും അതേപോലെ തന്നെ ഇന്റർവ്യൂവിനുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടോട്ടൽ നമുക്ക് 520+ hours ഓഫ് എക്സ്പെർട്ട് ഫാക്കൽറ്റി സെഷൻസ് നമ്മൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് എടുക്കുക. അതേപോലെ തന്നെ ക്വാണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും എങ്ങനെ ബേസ് മുതൽ പഠിച്ചു തുടങ്ങണം. ഇപ്പം എനിക്ക് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ എനിക്ക് കിട്ടുമോ? ഇപ്പൊ നിങ്ങൾ IBPS എന്ന് പറയുന്ന ഒരു എക്സാം മാത്രം ഫോക്കസ് ചെയ്യേണ്ട. ഇപ്പൊ 23-ന് തുടങ്ങി ഓഗസ്റ്റ് 17-നാണ് നമുക്ക് IBPSന്റെ എക്സാം വരുന്നത്. പക്ഷെ അതിനുശേഷം നവംബറിലേ ഉള്ളൂ നമ്മുടെ RRB PO ആൻഡ് RRB ക്ലർക്ക് അല്ലെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് വരാനുള്ളതാണ്. ഇപ്പൊ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിരിക്കും ആ എക്സാംസ് വരുമ്പോഴത്തേക്കിന് നമ്മുടെ കംപ്ലീറ്റ് സിലബസും കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസിലായിരിക്കും. നമ്മുടെ ക്ലാസ് സെഷൻസ് വരുന്നത് നമുക്ക് ആഴ്ചയിൽ 3 ദിവസമായിരിക്കും നമുക്ക് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കും 3 ദിവസം മാത്രം വന്നാൽ മതിയോ? അങ്ങനെയല്ല. മൺഡേ ഇപ്പം നമ്മളൊരു വീക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൺഡേ നിങ്ങൾക്ക് ക്ലാസ് ആയിരിക്കും. അന്ന് നിങ്ങൾക്ക് ക്ലാസ് എന്ന് പറയുന്നത് 10 to 4 ആയിരിക്കും അല്ലെ. 10 മുതൽ 1 മണി വരെ നിങ്ങൾക്ക് ക്ലാസ്, 1 to 2 ലഞ്ച് ആയിരിക്കും. അതിനുശേഷം 2 to 4 എഗെയിൻ ക്ലാസ് ഉണ്ടായിരിക്കും. ഇപ്പൊ മൺഡേയിൽ നിങ്ങൾ എന്താണോ ആ ക്ലാസ്സിൽ പഠിച്ചത് അതിന്റെ പ്രാക്ടീസ് സെഷൻ ആയിരിക്കും ചൊവ്വാഴ്ച വരിക. ഓക്കെ, എഗെയിൻ നിങ്ങൾക്ക് ബുധനാഴ്ചയും എന്തായിരിക്കും? ക്ലാസ് ആയിരിക്കും. ക്ലാസ് 10 to 4 ആയിരിക്കും. പിന്നെ എന്താണോ നിങ്ങൾ വെനസ്ഡേയിൽ പഠിച്ചത് അതിന്റെ പ്രാക്ടീസ് സെഷൻ ആയിരിക്കും തേഴ്സ്ഡേ. അതേപോലെ തന്നെ ഫ്രൈഡേയും ക്ലാസ് ആയിരിക്കും. അപ്പൊ ക്ലാസ് വരുന്ന ദിവസം 10 to 4 ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് വരിക. അത് എന്താണോ നമ്മൾ അന്ന് പഠിച്ചത് അതിന്റെ പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും പിറ്റേന്ന്. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇനി നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്താണെന്നറിയോ? നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സസ് ആരൊക്കെയാണോ അഡ്മിഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഓൺലൈൻ ഫ്രീ റെക്കോർഡഡ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതിന്റെ തന്നെ റെക്കോർഡഡ് സെഷൻസ്. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക് പഠിച്ചു, നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കുറച്ചും കൂടെ നന്നായിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് അതൊന്ന് റിവൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓൺലൈൻ ക്ലാസ്സസ് എന്ത് ചെയ്യാവുന്നതാണ്? വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസിന്റെ ആക്സസും ഉറപ്പായിട്ടും നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഓഫ്ലൈൻ ആസ്പിറൻസിന്. ഓക്കെ,
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 23 മുതൽ 30 വരെ നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത് ഫ്രീ ക്ലാസ്സസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ വന്നിരിക്കാം. 23-ന് ഓറിയന്റേഷൻ സെഷൻ ആയിരിക്കും. 24 മുതലാണ് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 24 മുതൽ 30-ാം തീയതി വരെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കാം. ഇപ്പൊ 24-ൽ എങ്ങനെയാണ് ക്ലാസ്സസ് പോകുന്നത്? തൊട്ടടുത്ത ദിവസം 25-ാം തീയതി നമ്മുടെ പ്രാക്ടീസ് സെഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് നേരിട്ട് ക്ലാസ്സിലിരുന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്താലും മതിയാകും. നേരത്തെ അഡ്മിഷൻ എടുക്കേണ്ടവർക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ എടുക്കാം. ഓഫ്ലൈനിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് കുറേ അധികം ഡൗട്ട്സ് ആൻഡ് കൺസേൺസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്നുണ്ട്, ഇത്രയും ദൂരം അല്ലേ, അപ്പം നമുക്ക് സൈലത്തിന് ഹോസ്റ്റലുണ്ടോ? യെസ്, ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് സൈലത്തിന്റെ ഹോസ്റ്റലുണ്ട്. അതെല്ലാം നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് ഹോസ്റ്റലിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഓഫ്ലൈൻ്റെ സ്ട്രക്ചർ വരുന്നത്. കംപ്ലീറ്റ് സിലബസ് ഇപ്പം മെയിൻസ് എടുക്കുവോ? പ്രിലിംസ് മാത്രമല്ല, പ്രിലിംസ് മാത്രം പഠിച്ചത് കൊണ്ട് ഒരിക്കലും നമുക്ക് ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മെയിൻസ് 100% നമ്മൾ മെയിൻസിന്റെ സിലബസ് കവർ ചെയ്യും. അതുകൂടാതെ നമ്മൾ ഇന്റൻസീവ് ആയിട്ട് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അത് നമ്മുടെ സൈലം ബാങ്കിങ് ടീം തരുന്ന ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഓഫ്ലൈനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യാവുന്നതാണ്? കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയും നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നും കൂടെ ഞാൻ ഒരുമിച്ച് പറയാം. നമ്മുടെ 23-ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 23 മുതൽ 30-ാം തീയതി വരെ നമുക്ക് ഫ്രീ ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നമ്മളുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പ്രാക്ടീസ് സെഷൻസും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മുടെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സസ് ഒന്നും കൂടെ ക്ലാസ്സസ് കണ്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻസിന് വേണ്ടി. ഓക്കെ, പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ലൈബ്രറി സെഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട. നമ്മുടെ സൈലം ബാങ്കിങ്ങിനോടൊപ്പം ഓഫ്ലൈനായിട്ട് ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഇന്ന് തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കുക. നേരത്തെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഒരുപാട് ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും നമ്മുടെ കോഴിക്കോട്ടേക്ക് സ്വാഗതം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് നേരിൽ കാണാം.